ഒരു ബെസ്റ്റ് ERP സൊല്യൂഷൻ നമ്മളെ കമ്പനിയിലേക്ക് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സാധാരണ രീതിയിൽ ബിസിനസ് ഓണേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതാണ് എങ്ങനെ ഒരു ബെസ്റ്റ് ERP സൊല്യൂഷൻ നമ്മുടെ ബിസിനസ്സിലേക്ക് ചൂസ് ചെയ്യുക എന്നുള്ളത്. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ സിമിലർ ഇൻഡസ്ട്രീസിലുള്ള കേസ് സ്റ്റഡീസ്. അതായത് ഇഫ് യു ഹാവ് എ പെർഫ്യൂം ഇൻഡസ്ട്രി ഷോപ്പ്, അല്ലെങ്കിൽ ഹോൾസെയിൽ ബിസിനസ്സാണ്, അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്സ് ആണ്. അപ്പം നമ്മളുടെ ബിസിനസ്സിൻ്റെ അതേപോലെയുള്ള മൾട്ടി ബ്രാഞ്ചസ് ബിസിനസ്സിലാണെങ്കിൽ മൾട്ടി ബ്രാഞ്ച്, സിംഗിൾ ഷോപ്പ് ആണെങ്കിൽ സിംഗിൾ ഷോപ്പ്, ഇതേ പാറ്റേണിൽ ഇതേ ERP സൊല്യൂഷൻ വേറെ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ERP സൊല്യൂഷൻ, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ERP സൊല്യൂഷൻ നമ്മുടെ അതേ ബിസിനസ് പാറ്റേണിൽ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ERP സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിലെ സ്റ്റാഫിന് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് എത്രത്തോളം നോളജ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഓപ്പറേഷൻസിൽ, നമ്മുടെ വർക്ക് ഫ്ലോയിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നോളജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്ന ഒരു സെയിൽസ് സ്റ്റാഫ് ആയിരിക്കും. അവർ സ്വാഭാവികമായിട്ടും നമുക്ക് ERPയുടെ ഡെമോ കാണിച്ചു തരും. സെക്കൻഡ് സെഷൻ ഓഫ് മീറ്റിംഗ് അല്ലെങ്കിൽ ഫർദർ ലെവൽ ഓഫ് മീറ്റിംഗ്സിൽ കുറച്ചുകൂടെ സീനിയർ സ്റ്റാഫൊക്കെ ഇൻവോൾവ് ആവും. അപ്പോൾ ഇവർക്ക് നമ്മളുടെ ബിസിനസ്സിൻ്റെ വർക്ക് ഫ്ലോ, ഓപ്പറേഷൻസ് ഇതിനൊക്കെ കുറിച്ച് എത്രത്തോളം ധാരണ ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തേതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. തേർഡ് പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് വരുന്ന ERP സൊല്യൂഷൻ, ഈ ടൂള് നമ്മളെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ എല്ലാ ERP സൊല്യൂഷൻസും നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് ഒക്കെ കവർ ചെയ്യും. ഇപ്പോൾ മൾട്ടി ബ്രാഞ്ച് ബിസിനസ് ആണെങ്കിൽ മൾട്ടി ബ്രാഞ്ച്, ഫിനാൻസ്, ഇൻവെൻട്രി, പ്രൊഡക്ഷൻ, സെയിൽസ് എല്ലാം കവറപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എയ്തർ ഇൻ വൺ മോഡ് ഓർ സെപ്പറേറ്റ് മോഡ്. പക്ഷേ ഈ ERP ടൂള് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഫൈനലായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ERP സൊല്യൂഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട തേർഡ് പോയിന്റ്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് സൂപ്പറായിട്ട് അവരുടെ ബിസിനസ്സിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ERP അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും.